വെൽക്കം ബാക്ക് ടു മൈ ടു. പിന്നെ ചായ എന്തിനാ ഇങ്ങനെ ചാക്ക് ഇട്ടിരിക്കണം വിചാരിക്കും, കുറച്ചും കൂടി ഇട്ടായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചു. പിന്നെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വെളിയിൽ പോകാൻ നിൽക്കുകയാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് 11 മണിക്ക് എത്താൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പക്ഷേ സമയം ഓൾറെഡി 11:15 11:30 ആവാറായി. എപ്പോഴുമേ ലേറ്റ് തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്യട്ടെ മാക്സിമം ലേറ്റ് ആവാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സമയമായി. രാവിലെ തന്നെ ഞാൻ ചോറ് കഴിച്ചു, പിന്നെ ചായ കുടിച്ചു, പാൽ ചായ കുടിച്ചു. ഓക്കെ, പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് കാണാം എന്താണ് പരിപാടി. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ എന്താ പറയുക എല്ലാവരും ആദ്യമായി വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെല്ലൈക്കണും ക്ലിക്ക് ഓൺ ആക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ വരുമോ. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ മയിൽ വാഹനം. എൻ്റെ ഈ വണ്ടിയാണ്, എൻ്റെ ബ്രൗണിയാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ഇതിലാണ് പോവാറ്. പിന്നെ ഉണ്ടാ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ചാക്ക് ഇട്ടിരിക്കുന്നു വിചാരിക്കും. ആക്ച്വലി എൻ്റെ അവിടെ പൂച്ചൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് സീറ്റ് ഫുള്ളില്ലേ ഇങ്ങനെ ചുരണ്ട് വെക്കും. അപ്പം അതിനാണ് ഞങ്ങൾ ചാക്ക് ഇങ്ങനെ വെക്കുന്നത്. കാരണം ഞാൻ കാണിച്ചു കേട്ടതാ, ഇത് നോക്കൂ, ഫുള്ളും പൂച്ച അങ്ങനെ വലിച്ചത് കാരണം സീറ്റ് കേട്ട് വരും. അതുകാരണം ഞാൻ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ, എൻ്റെ അച്ഛനാണ് ഇങ്ങനെ ചെയ്ത് വെക്കാറ്. ആക്ച്വലി നല്ല വെയിൽ, അതൊന്ന് പാസ്സാക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. ഹാൻഡ് ബാഗാണ്. എല്ലാവരും ഹാൻഡ് ബാഗ് കൈ തൂക്കാൻ പാടില്ല, അങ്ങനെ വെക്കുക. ഓക്കെ, ഹെൽമെറ്റ് ആക്ച്വലി ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഫുൾ കവേർഡാണ്. പക്ഷേ ഈ വെയിൽ അത് ഇട്ടാൽ ഭയങ്കരമായിട്ട് ഉഷ്ണിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡി ആവാൻ പോവാൻ. അയ്യോ, ഇങ്ങനെയൊരു പാറ്റേൺ ഞാൻ ഭൂതം പോലെ. അപ്പോൾ നമുക്ക് അവിടെ പോയി കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ആക്ച്വലി ഇത് വന്നിട്ട് നമ്മുടെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് ടീംസാണ്. ഒരു ദിവസം എനിക്കുണ്ടല്ലോ കോൾ വന്നിട്ടുണ്ടായിരുന്നു, സോനയുടെ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ആരാധിച്ചപ്പോലെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാൻ വിശ്വസിച്ചില്ല, കാരണം നമ്മളൊക്കെ അങ്ങനെയൊക്കെ വിളിക്കുമെന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അല്ല, ഇത് ഞാൻ വിചാരിച്ചു ഫേക്കാണെന്ന് വിചാരിച്ചിട്ടോ, നമ്മളെ കളിപ്പിക്കാൻ വിചാരിച്ചപ്പോൾ അല്ല, ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി, കാരണം നോർമലി നമുക്ക് ന്യൂസിലൊക്കെ വരുന്നു പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചെറിയൊരു സന്തോഷം. അപ്പം ഞാൻ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മുടെ പാലക്കാട്ടിലെ കോട്ടയുടെ ഓപ്പോസിറ്റുള്ളൊരു ഗ്രൗണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു നെർവസൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സീരിയസ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ, ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നു. കാരണം ന്യൂസ് എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ സീരിയസ് മാറ്റർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷേ അവിടെ പോയപ്പോൾ അങ്ങനെ ആയിരുന്നേ ഇല്ല. ഗൂഗിൾ റിപ്പോർട്ടറായ ഗൂഗിൾ ഭയങ്കര കൂളായിരുന്നു. ഭയങ്കര കാഷ്വൽ ടോക്ക്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഡീസൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുഴപ്പമില്ല. എനിക്ക് നല്ലൊരു കംഫർട്ട് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂ. പിന്നെ കുറച്ച് നേപ്പാളിൽ സൈൻ ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നേപ്പാളിലൊക്കെ പറയിപ്പിച്ചു. ഞാൻ അങ്ങനെ നേപ്പാളിൽ കുറച്ച് പറഞ്ഞു. പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും മാതൃഭൂമി ന്യൂസിലൊക്കെ വന്ന ശേഷമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മാതൃഭൂമിയിലുള്ള ചെറിയ ഒരു 2 മിനിറ്റ്സ് അങ്ങനെ തോന്നുന്നു ന്യൂസ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണണം. ഓക്കെ, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞാൻ പിരി ത്രെഡ് ചെയ്യാൻ പോയിട്ടോ. എല്ലാവരും പിരി ത്രെഡ് ചെയ്തിട്ടായിരിക്കുന്നു ഇൻ്റർവ്യൂ പോയി. ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിരി ത്രെഡ് ചെയ്യാൻ പോയതാണ്, കാരണം നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പിരി ത്രെഡ് ചെയ്തു. കണ്ടില്ലേ, ആക്ച്വലി ഇതൊക്കെ മുന്നേ ചെയ്യണം, ഇത് ഞാൻ കണ്ടില്ല, എല്ലാം തല തിരിച്ചിട്ട് ചെയ്യണത്. നേപ്പാളിൽ ഒരു വർഷം പിരി ത്രെഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ ശേഷം നിന്നാണ് എടുക്കുന്നത്. കുറച്ചും കൂടി നീറ്റേബിൾ തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാൻ പിരി ത്രെഡ് ചെയ്യാൻ ഭയങ്കര ലേസിയാണ്, കാരണം എനിക്ക് പിരി കട്ടില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എനിക്ക് ഒരാൾ കമൻറ്റ് ഇട്ട് പിരി കുറച്ച് ത്രെഡൊക്കെ ചെയ്താൽ ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടോ, ഇതാണ് ഞാൻ ത്രെഡ് ചെയ്യാൻ വന്ന പാർലർ. അപ്പോൾ അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എവിടെയെന്ന് എന്താ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, പോണ വഴി പ്ലാൻ ചെയ്ത് പോക്കേ വരും. പിന്നെ
ഞാൻ ത്രെഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നമ്മൾ കോട്ടയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടു. കാരണം നല്ല ടൈം ഉണ്ടായിരുന്നു. കാരണം ഇൻ്റർവ്യൂവും പിന്നെ എനിക്ക് ചെറിയ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞു. അപ്പോൾ ബാക്കി സമയത്ത് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് പിന്നെ പാലക്കാട്ടുള്ളവർക്ക് പിന്നെ ശരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ട മൈതാനം വാടിയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടു. പിന്നെ അവിടെ അരുന്നെല്ലിക്ക് ഭയങ്കര കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. കാരണം സ്കൂൾ ടൈമിലൊക്കെയാണ് നമ്മളിങ്ങനെ അരുന്നെല്ലിക്കും അങ്ങനെ നമ്മൾ സ്കൂൾ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിച്ച ഒരു കാലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ ഇത് എൻ്റെ വീട്ടിലൊന്നും കിട്ടാൻ വഴിയില്ല കേട്ടോ അരുന്നെല്ലിക്ക. മീൻസ് ബാക്കിയുള്ളവരുടെ വീട്ടിൽ കിട്ടായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ അരുന്നെല്ലിക്കില്ല. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് അരുന്നെല്ലിക്കും, പക്ഷെ നല്ല പുളിപ്പുണ്ടായിരുന്നെല്ലിക്ക കേട്ടോ. കഴിക്കുമ്പോൾ നല്ല പുളിപ്പും പല്ലൊക്കെ കൂച്ചിട്ടുണ്ടായിരുന്നു അരുന്നെല്ലിക്കും. പിന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ വാങ്ങിച്ച് പിന്നെ വാടികയിലാണ് കയറിയത്. കാരണം കോട്ട മൈതാനത്തിൽ ഭയങ്കര വെയിലായിരിക്കും, അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വാടികയിൽ പോകാൻ വിചാരിച്ചിട്ട് വാടികയിൽ കയറി. പിന്നെ അവിടെ വന്നിട്ട് ചിൽഡ്രൻസ് കളിക്കില്ല അതിൽ കയറുന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ വാച്ച്മാൻ അവിടെ ഇരുന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. എനിക്ക് കയറി പിന്നെ ചീത്ത കൊള്ളുമെന്ന് പേടിച്ച് ഞാൻ അതിൽ കയറിയില്ല. പിന്നെ ഞാനുണ്ടല്ലോ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് മെല്ലെ സംസാരിക്കാൻ. ഈ കൊച്ചു ചില മലയാളി വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ നല്ല മെല്ലെ സംസാരിക്കില്ലേ, പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. സോറി, ഞാൻ ഭയങ്കര സംസാരം സ്പീഡായത് കാരണം ഞാൻ സംസാരിക്കുന്ന സ്പീഡാവുന്നത് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പുല്ലിലിരിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ അവിടെ ഫുള്ളൊരു വെള്ളം തുറന്നു വിട്ട കാരണം ആ കല്ലിലും പുല്ലിലും ഫുള്ളും വെള്ളം അങ്ങനെ നനഞ്ഞത് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ട് നടന്നപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ താഴെ നല്ലൊരു തണലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പഠിപ്പിയാണെന്ന്, പഠിക്കുമെന്നല്ല, ജസ്റ്റ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്മോഗിലാണ് പോയത്. ഞാൻ എപ്പോഴും സ്മോഗിലാണ് പോകാറ്. കാരണം എനിക്ക് വന്നിട്ട് ഒന്നിൽ പോയി പിന്നെ അതിൽ തന്നെ പോകുന്നൊരു ശീലമുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും സ്മോഗിയാണ് ഇഷ്ടം. ഞാൻ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. എന്താ പറയുക, ഫുഡ് ഓർഡർ ചെയ്ത് ആസൂഷൻ അൽഫാമും ഇതായിരുന്നു, എന്താ പറയുക, കുബൂസായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് മാറ്റി പിടിക്കാൻ വന്നിട്ട് പിന്നെ കുറേ നോക്കി. പക്ഷെ ഞാൻ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് ബർഗറും ഇല്ല, ഒന്നുമില്ല, ഷവർമ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ ഞാൻ ഇതാ വാങ്ങിച്ചത്, മന്തി റൈസും അൽഫാം വാങ്ങിച്ചത്. പിന്നെ നമ്മളെപ്പോഴും കൈ കഴുകാൻ പോയപ്പോൾ ജസ്റ്റ് കണ്ണടയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളെല്ലാ ഗേൾസും ചെയ്യുന്ന കുറച്ച് ഇങ്ങനെ പോസൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു, കണ്ടില്ലേ, ഫുഡ് വന്ന് കുറച്ച് വലിയ പീസായിരുന്നു അൽഫാം. പിന്നെ റൊമാൾ റൊട്ടി അങ്ങനെ എന്തോ അതൊന്നും ഞാൻ വാങ്ങിച്ചു. അത് നണ്ണാണോ അതോ എന്തോ സംഭവം, എനിക്കത് പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കുറച്ച് അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എൻ്റെ സൈഡ് വെച്ചത് കൊണ്ട് ഞാൻ കഴിക്കുന്നു വിചാരിക്കേണ്ട, അവന് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് മന്തി റൈസ് ഇട്ട് കഴിക്കുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. കാരണം രാവിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ ത്രെഡിങ്, പിന്നെ കുറച്ച് വാടികയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ഈവനിങ് മീൻസ് ഒരു 4 മണിയൊക്കെ ആയിട്ടോ, 3-4 മണി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഈ പറയാൻ മന്തി റൈസ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ ഡേ ഞങ്ങൾ ഇങ്ങനെയാണ് പോയത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ എപ്പോഴും ഇടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ടൊക്കെ വന്ന് കഴിഞ്ഞ ശേഷമായിരിക്കും ഞാൻ ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താലും എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മാത്രമാക്കരുത്. ഓക്കെ, പുതിയതായിട്ട് ആരെങ്കിലും കാണുമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ ഐക്കണും ഓൺ ചെയ്യാൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ. നമുക്കത് ടാറ്റാ, ബൈ ബൈ, സീ യു, ആൻഡ് എല്ലാവർക്കും ലവ് യു, ബൈ.